നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കേരളത്തിൽ റബ്ബർ കർഷകർ ധാരാളമുണ്ട്. പലർക്കും റബ്ബറിന് വളം ഇടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. ചിലർക്ക് നല്ല അറിവുണ്ടെങ്കിലും ചിലർക്ക് ഇതിനെക്കുറിച്ച് നല്ല അറിവ് ഉണ്ടാവുകയില്ല. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സാധാരണ വളം ഇടുന്നവർ അറിവില്ലാത്തവർ ചെയ്യുന്നത് ഒന്നുകിൽ ഇത് നല്ലതുപോലെ കുഴിച്ചിടും. കാരണം അത് ഏത് പെരുമഴ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് നഷ്ടപ്പെട്ടു പോകരുത്, ഇത് റബ്ബറിന് തന്നെ കിട്ടണം എന്നുള്ള രീതിയിൽ അവർക്ക് അതിനെക്കുറിച്ച് അറിവില്ല, ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത്. ചിലർ കാടായാലും കാടെടുക്കാതെ വെറുതെ ഇങ്ങനെ വലിച്ചു വാരിയിടും. അപ്പോൾ ഈ രണ്ട് കൂട്ടരും ഒരേപോലെയാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഇതിനെക്കുറിച്ച് നല്ല അറിവില്ല. അപ്പോൾ നമ്മൾ വളം ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് താഴ്ത്തി നമ്മൾ വളം കുഴിച്ചിടരുത്. കാരണം ഈ റബ്ബറിൻ്റെ വളം പിടിച്ചെടുക്കുന്ന വേരുകൾ ഭൂമിക്ക് മുകളിലാണ്, പന്ന വേരുകളെന്ന് പറയും. അപ്പോൾ ഈ വേനൽക്കാലമൊക്കെ കഴിഞ്ഞ് ഈ ഇല കൊഴിഞ്ഞിട്ട് നമ്മൾ ആ കരിയിലേന്ന് മാറ്റി നോക്കുമ്പോൾ കാണാൻ പറ്റും ഈ പന്ന വേരുകൾ. മഴ നല്ലതുപോലെ പെയ്ത് ഭൂമി തണുത്ത് കഴിഞ്ഞ് മണ്ണ് നനഞ്ഞു കിടക്കുമ്പോഴാണ് ഈ പന്ന വേരുകൾ കൂടുതലായിട്ട് പൊട്ടാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ വളം ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ കാട് പിടിച്ച് കിടക്കുന്ന തോട്ടങ്ങളാണെങ്കിൽ അത് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ വെതറിയിട്ടാൽ മതിയായിരിക്കും. പക്ഷേ കാടെടുക്കാതെ ചുമ്മാ വെതറിയിട്ട് ഒരു പ്രയോജനമില്ല. വളമിടേണ്ട സമയം എന്ന് പറയുന്നത് നല്ല മഴ പെയ്ത് ഭൂമി തണുത്ത് കിടക്കുന്ന സമയമാണ്, എന്നാൽ മണ്ണൊലിച്ച് പോകുന്ന ആ സമയമാകരുത്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ വളം ഇടേണ്ടത്. അപ്പോൾ ഒരു ടാപ്പിംഗ് ചെയ്യുന്ന ഒരു റബ്ബർ മരത്തിന് ഒരു വർഷം 900 ഗ്രാമാണ് ഇടേണ്ടതെങ്കിൽ നമ്മൾ ഏത് തരം വളമാണ് ഇടുന്നത്? 10 10 3 10 അതാണെങ്കിലാണ് 900 ഗ്രാം ആവുന്നത്. പക്ഷേ 12 8 12 ആണ് ഇപ്പോൾ വരുന്ന വളം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ കുറച്ചിട്ടാൽ മതി. 18 9 18 ആണെങ്കിൽ അതിലും കുറച്ച് വളം ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ എത്രയാണ് വളം ഇടേണ്ടത് അതിൻ്റെ തുല്യ ഗഡുക്കളായിട്ട് 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും. 18 9 18 വളമാണ് ഇടാൻ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ 175 ഗ്രാം വെച്ച് ഒന്നാമത്തെ ഗഡുവും അടുത്ത ഗഡു 175, അങ്ങനെ 3 ഗഡുക്കളായിട്ട് ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും. 12 8 12 ആണെങ്കിൽ 275 ഗ്രാം വെച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ 3 10ൻ്റെ മിക്സർ ഇറങ്ങുന്നില്ല. വളമിടുമ്പോൾ ചെറുതായിട്ടൊന്ന് വകഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും. അതായത് വേര് മുറിഞ്ഞു പോകാത്ത രീതിയിൽ വേണം ചെയ്യാൻ. അല്ലാതെ ഈ വേര് മുറിഞ്ഞു പോയിട്ട്, അപ്പോൾ ഈ വേരുകളാണ് ഈ വളം പിടിച്ചെടുക്കേണ്ടത്, ഈ പന്ന വേരുകൾ. അല്ല, അടിക്കോട്ടുള്ള വേരുകളൊന്നും ഈ വളം പിടിച്ചെടുക്കുന്ന വേരുകളല്ല. ഈ മേളിൽ വരുന്ന വേരുകളാണ് വളം പിടിച്ചെടുക്കുന്നത്. അതാണ് മുകളിൽ തന്നെ ഇട്ട് കൊടുക്കണമെന്ന് പറയുന്നത്. പലരും വളം ഇടുന്നത് കാണുന്നത് ഇതിൻ്റെ ചുവട്ടിൽ കൊണ്ട് ഇടുന്നതായിട്ടാണ് കാണുന്നത്, മരത്തിൻ്റെ. അങ്ങനെയല്ല ഇടേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടഭാഗത്താണ് നമ്മൾ വളം ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വേരുകൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്കോട്ടായിരിക്കും വരുന്നത്. അപ്പോൾ തൈമരമായിരിക്കുമ്പോഴാണ്, ചെറിയ തൈ ആയിരിക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ചുവട്ടിലായിട്ട് ഇങ്ങനെ റൗണ്ടിന് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ മരത്തിൻ്റെ വണ്ണം കൂടുന്നതനുസരിച്ച് ദൂരോട്ടാണ് നമ്മൾ വളം ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇടഭാഗത്ത് 4 മരം ചേരുന്നിടത്ത് വകഞ്ഞൊന്ന് ഇട്ട് കൊടുത്ത് അങ്ങനെ ഇട്ട് പോയാലും മതിയായിരിക്കും. വളം ഒരുപാട് കൂടുതലായിട്ട് ഇടുന്നതും അത്ര നല്ലതല്ല. അപ്പോൾ ചിലർ വിചാരിക്കും ഈ 900 ഗ്രാം അല്ലെങ്കിൽ 1/2 കിലോ ഞാൻ ഒരു വർഷം ഇടും. അത് ഒന്നിച്ചങ്ങിട്ട് ജോലി തീർക്കാനായിട്ട് ശ്രമിക്കരുത്. 3 തുല്യ ഗഡുക്കളായിട്ട് തന്നെ വളം ഇടുന്നതായിരിക്കും റബ്ബറിന് ഏറ്റവും നല്ലത്. ആദായം മികച്ചു നിൽക്കാൻ അത് തന്നെയായിരിക്കും നല്ലത്. മണ്ണ് പരിശോധിച്ചതിന് ശേഷം വളപ്രയോഗം ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ മണ്ണിൽ എന്തൊക്കെയാണ് കുറവുള്ളത് അത് മനസ്സിലാക്കിയിട്ട് വളം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.